ഹായ് ഫ്രണ്ട്സ്, നഴ്സിംഗ് ഫൗണ്ടേഷൻ 2 ഒരു ചാപ്റ്ററാണ് സെൽഫ് കോൺസെപ്റ്റ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു ചാപ്റ്ററാണ് ഇത്. അപ്പം നമുക്ക് നോക്കാം, എന്താണ് സെൽഫ് കോൺസെപ്റ്റ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെക്കുറിച്ച് തന്നെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ. ഫിസിക്കലി ഞാനിങ്ങനെ ആയിരിക്കും, ഇന്നതൊക്കെയാണ് എൻ്റെ സ്കിൽസ്, എബിലിറ്റീസ്, അതുപോലെ എൻ്റെ മെൻ്റൽ സ്റ്റേറ്റസ് ഇങ്ങനെയായിരിക്കും, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. അപ്പം നമ്മളെക്കുറിച്ചിട്ട് നമുക്ക് തന്നെ ഒരു ധാരണകളുണ്ടായിരിക്കാം. അപ്പോൾ ഇതെല്ലാം എന്തിനാണ് സഹായിക്കുന്നത്? നമുക്ക് കോൺഫിഡൻസ്, അത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു സെൽഫ് കോൺസെപ്റ്റ് നമുക്ക് കോൺഫിഡൻസ് നയിക്കും. അതായത് എൻ്റെ എബിലിറ്റീസൊക്കെ ഇതാണ്, സോ എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയും, അങ്ങനെയൊക്കെ. അതുപോലെ നമുക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റും. നമ്മുടെ എബിലിറ്റീസും സ്കിൽസും ഒക്കെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഗോളുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇന്നത് ഞാൻ ഇച്ചിരി വീക്കാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ നമുക്കതിനനുസരിച്ച് അതിന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഈ സെൽഫ് കോൺസെപ്റ്റ്. അതായത് നമ്മളെക്കുറിച്ച് എപ്പോഴും ഒരു ധാരണ ഉണ്ടായിരിക്കണമെന്ന്. ഇനി എന്താണ്, നമുക്ക് അതിനകത്തെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പേഴ്സണൽ ഐഡൻറ്റിറ്റി, ബോഡി ഇമേജ്, റോൾ പെർഫോമൻസ്, സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് ഇമേജ്. അതിലെ ഫസ്റ്റ് വണ്ണാണ് പേഴ്സണൽ ഐഡൻറ്റിറ്റി. പേഴ്സണൽ ഐഡൻറ്റിറ്റി അതായത് ഒരു പേഴ്സണിൻ്റെ ഒരു യുണീക്ക്, നമ്മളെല്ലാവരും യുണീക്കാണല്ലോ, ആ യുണീക്ക് പേഴ്സണെ എങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, അതാണ് ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഞാൻ ആരാണ്, ഒരു യുണീക്ക് പേഴ്സൺ എന്ന രീതിയിൽ ഞാൻ ആരാണ്. ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ്, നമുക്ക് ഓരോരുത്തർക്കും ഒരു പേരുണ്ടല്ലോ. ഇപ്പോൾ ഞാനിവിടെ രാഹുലിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ രാഹുലിൻ്റെ ഒരു ഇതാണ് കൈൻഡ്നെസ് ആണ് ആൾ. അതുപോലെ അത് ആളുടെ ഇൻട്രസ്റ്റ് ആണ് ബുക്കുകളൊക്കെ വായിക്കുന്നത്. പിന്നെ ആളുടെ ഗോൾ എന്താണ്, ഒരു സ്കിൽഡ് നേഴ്സായിട്ട് മാറുക. ശരിക്കും ഇല്ലേ, ഇപ്പം നമ്മളെല്ലാവരും നഴ്സിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നമ്മുടെ എല്ലാം ഗോളുകൾ വ്യത്യസ്തമായിരിക്കും അല്ലേ. ഇപ്പം എന്താ പറയുക, ഒരാൾക്ക് ICUവിൽ വർക്ക് ചെയ്യാനായിട്ടാണ് താല്പര്യം, വേറൊരാൾക്ക് ചിലപ്പം ക്യാഷ്വാലിറ്റിയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയെല്ലാം നമുക്ക് ഓരോ പേഴ്സണും യുണീക്കാണ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ബോഡി ഇമേജ്. ബോഡി ഇമേജ് എന്ന് വെച്ചാൽ ഒരു പേഴ്സൺ എന്താ, അയാളെക്കുറിച്ച് തന്നെ കാണുന്നതും ചിന്തിക്കുകയും, അല്ലെങ്കിൽ അതായത് ബോഡീനെ കുറിച്ചിട്ട്, ഇപ്പം ബോഡീനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്താണ്, ആളുടെ അപ്പിയറൻസ് ഒക്കെ ഉണ്ടല്ലോ, ഹൈറ്റ്, വെയ്റ്റ്, സ്കിന്നിൻ്റെ കളറ്, ബോഡി ഷേപ്പ്, ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ്. നമുക്ക് ഈ അപ്പിയറൻസിനെ വെച്ചിട്ട് നമുക്കുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ബോഡി ഇമേജിനായിട്ട് വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമുക്കറിയാം, നമ്മുടെ ഹൈറ്റും വെയ്റ്റും ഇതൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യും, ഒരു മാറ്റർ ചെയ്യും നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിൽ. അപ്പം നമുക്ക് ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളൊരു ബോഡി ഇമേജ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കോൺഫിഡൻസ് പുറത്ത് കാണിക്കും. സെൽഫ് എസ്റ്റീമാണ്. പിന്നെ എപ്പോഴും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മളെന്താണോ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. അല്ലാതെ എന്താണ്, ഞാൻ ഇന്നതാണ്, എനിക്കതില്ല ഇതില്ല അങ്ങനെയൊന്നും പറഞ്ഞാതെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ടും നമ്മൾ പഠിക്കുക. അപ്പോൾ ബോഡി ഇമേജ് എപ്പോഴും ഓർക്കുക, പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് എങ്കിൽ പോലും നമ്മൾ പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും കാണുക. അങ്ങനെ വന്നാൽ നമുക്ക് എല്ലാ കാര്യവും ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും, പോസിറ്റീവ് സെൻസിൽ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കിതിന് 4 ഫാക്ടേഴ്സ് പറയുന്നുണ്ട് കേട്ടോ. അതായത് പെർസെപ്ഷൻ എന്ന് വെച്ചാൽ എന്താ, ഞാൻ എന്നെ തന്നെ എങ്ങനെ കാണുന്നു, അതായത് ഞാൻ വിചാരിക്കുന്നു ഞാൻ ടോളാണ്, എനിക്ക് പൊക്കമുണ്ട്, സോ അങ്ങനെ ആ ഒരു ഇത് ഞാൻ എന്നെക്കുറിച്ച് എങ്ങനെ കാണുന്നു, അതാണ് ഇതിനകത്തൊരു ഫാക്ടർ. രണ്ടാമത്തത് ഫീലിങ്സ് ആണ്. നമ്മളെങ്ങനെ ഫീൽ ചെയ്യുന്നു, അതായത് നമുക്കൊന്നെങ്കിൽ ഇതിനകത്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്സാറ്റിസ്ഫൈ. എനിക്ക് എന്താണ്, എനിക്ക് പൊക്കമില്ല, അല്ലെങ്കിൽ വണ്ണമില്ല, അങ്ങനെ ആ ഒരു രീതിയിൽ വേണമെങ്കിൽ ചിന്തിക്കാം. അല്ലെങ്കിൽ എന്താണ്, എനിക്ക് ഇനഫ് ഹൈറ്റ് ഉണ്ട്, ഇനഫ് വെയിറ്റ് ഉണ്ട്, ആ ഒരു രീതിയിൽ. മൂന്നാമത്തത് തോട്ട്സ്, നമ്മുടെ ചിന്തകളാണ്. എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പം എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. നമുക്ക് ഇപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യണം. സോ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. നാലാമത്തതാണ് ബിഹേവിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ബോഡി ഇമേജിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് ആക്ഷൻസ് അതിന് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് നമുക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാം. അതായത് പോസിറ്റീവായിട്ടുള്ളൊരു രീതിയിലോട്ട് മാറുവാണെങ്കിൽ ഒരു കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നെഗറ്റീവായിട്ടുള്ള രീതിയാണ്, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ ഇനി വെളിയിലോട്ടേ ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ ഇനി ഒരു സോഷ്യൽ ഗ്യാതറിങ്സിനൊന്നും പുറത്തോട്ടേ പോകുന്നില്ല, ആ ഒരു രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വീട്ടിലിരിക്കാൻ പറ്റും.
അപ്പോൾ അതാണ്. ഇനി മൂന്നാമത്താണ് റോൾ പെർഫോമൻസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓരോരുത്തരും ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി എടുക്കുകയാണെങ്കിൽ ആ ആൾക്ക് ഒരുപാട് റോളുകളുണ്ടല്ലേ. നമ്മളിപ്പം വീടുകളിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ചിലപ്പം ചേട്ടന്മാരായിരിക്കാം, അല്ലെങ്കിൽ അനിയന്മാരായിരിക്കാം, ചേച്ചിമാരായിരിക്കാം, അനിയത്തിമാരായിരിക്കാം. ഇനി കോളേജിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റുഡൻ്റാണ്. അതുപോലെ തന്നെ ഒരു സ്റ്റുഡൻറ്റ് നേഴ്സാണ്. ക്ലിനിക്കൽ സൈഡിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ നേഴ്സാകും. പിന്നെ കുറേ പേരുടെ ഫ്രണ്ടാണ് നമ്മൾ. ഇനി ടീച്ചേഴ്സിനെയൊക്കെ എടുക്കുകയാണെങ്കിൽ ടീച്ചറാണ്. അങ്ങനെ പല പല റോളുകൾ നമ്മൾ ചെയ്യണം അല്ലേ. ഒരു ഫാമിലിയിലെ മെമ്പറാണ്. സോ ഈ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നഴ്സിംഗ് സ്റ്റുഡൻറ്റ്, നമ്മളൊക്കെ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണല്ലോ. സോ നമ്മളൊക്കെ എടുക്കുകയാണെങ്കിൽ എന്താ, നമ്മുടെ ക്ലാസ്സുകളിൽ ചെന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ പഠിക്കണം, അസൈൻമെൻറ്റുകൾ ചെയ്യണം. ഇനി ക്ലിനിക്കൽ സൈഡിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പോസ്റ്റിങ്സ് ഒക്കെ നമ്മൾ ചെയ്യണം. ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ കൂട്ടുകാരുടെ കൂടെ കൂടുമ്പോൾ നമ്മൾ ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ, ആ ഒരു റോളിൽ പെർഫോം ചെയ്യണം. വീടുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മൾ ഫാമിലി മെമ്പറാണ് അവിടുത്തെ അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്യണം. അതൊക്കെയാണ് റോൾ പെർഫോമൻസ് എന്ന് പറയുന്നത്. നാലാമത്തതാണ് സെൽഫ് എസ്റ്റീം. അതും ഇതുപോലെ തന്നെയാണ്. നമ്മളെ തന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, എല്ലാം സെൽഫാണല്ലോ. അപ്പോൾ നമ്മളെ തന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മളെന്താണോ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും റെസ്പെക്റ്റ് ചെയ്യാനും പഠിക്കേണ്ടതുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മളെക്കുറിച്ച് തന്നെ എപ്പോഴും ഇവാലുവേഷൻ ചെയ്യുക. പിന്നെ നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുക. അതായത് പോസിറ്റീവ് സെൻസിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പഠിക്കുക. ഒരിക്കലും അവർക്കിതുണ്ട് എനിക്കിതില്ല, ആ ഒരു രീതിയിലല്ലാതെ അവരെപ്പോലെ വളരാൻ, അല്ലെങ്കിൽ അവരെപ്പോലെ എന്തെങ്കിലുമൊക്കെ എല്ലാം കൂടെ കോപ്പി അടിക്കാനായിട്ടല്ല, കുറച്ചൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ തന്നെ എപ്പോഴും നമ്മളെ എൻകറേജ് ചെയ്യാനും പ്രൈസ് ചെയ്യാനായിട്ടും പഠിക്കുക. വേറെ ആരുടെയും ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. നമ്മളൊരു എക്സാമിനൊക്കെ തോറ്റു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ എക്സാമിന് തോക്കാതിരിക്കാൻ ശ്രമിക്കുക. ഈവൻ നമ്മൾ ചെയ്തിട്ടും തോറ്റു പോയെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ പാസ്സാകും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നേറുക. ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ, ഇനി അല്ലെങ്കിൽ എനിക്ക് എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അല്ലാതെ ഞാൻ ജീവിതത്തിലേ തോറ്റു എന്നും പറഞ്ഞിരിക്കാതെ ആ ഒരു രീതിയിൽ. അപ്പം ഹൈ ആയിട്ടുള്ള രണ്ട് രീതിയിൽ നമുക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഹൈ സെൽഫ് എസ്റ്റീമും ഉണ്ട്, ലോ സെൽഫ് എസ്റ്റീമും ഉണ്ട്. സോ അതാണിപ്പോൾ ഞാൻ പറഞ്ഞത്. ഹൈക്ക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ളൊരു ഇതായിരിക്കും, സെൽഫ് അക്സെപ്റ്റൻസ്. പിന്നെ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിനൊന്നും ഒത്തിരി ഡിപ്പെൻഡൻ്റ് ആകാതെ ഒരു ഒപ്റ്റിമിസ്റ്റിക് തിങ്കിങ്ങിലൂടെ പോവുക. എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ലോ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഒരു ഒപ്പീനിയൻ ആയിരിക്കും. അതിന് കോൺഫിഡൻസ് ഒന്നും അവരെ കാണത്തില്ല. പിന്നെ എപ്പോഴും മറ്റുള്ളവർ അവരിങ്ങനെയാണ്, അപ്പോൾ എനിക്കും അവരെ പോലെയാണ്, ആ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നത്. ഒരു പെസ്സിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡായിരിക്കും. അപ്പം നമ്മളൊരു പരീക്ഷയെ തോറ്റുപോയി, ഇനിയിപ്പം ഞാനാണെങ്കിൽ എനിക്ക് നേഴ്സാകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്കിനി പഠിക്കാൻ പറ്റില്ല, ആ ഒരു രീതിയിലുള്ള തോട്ടുകൾ വരിക. അപ്പോൾ സെൽഫ് എസ്റ്റീം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പോസിറ്റീവ് എക്സ്പീരിയൻസ് ആയിരിക്കും എപ്പോഴും നമ്മൾ ആ ഒരു സെൽഫ് എസ്റ്റീമൊക്കെ കൂട്ടാനായിട്ടൊക്കെ സാധിക്കുന്നത്. പിന്നെ ചില സമയത്തൊക്കെ ഇത് സിറ്റുവേഷണൽ കൂടിയായിരിക്കും. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളൊരു ജോബ് ഇൻ്റർവ്യൂവിനൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു തരം ടെൻഷൻ ഉണ്ടായിരിക്കും അല്ലേ. കോൺഫിഡൻസ് നമുക്ക് കുറവായിരിക്കും. പക്ഷേ ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും ആ ഒരു കോൺഫിഡൻസ് നമുക്ക് റീഗെയിൻ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സിറ്റുവേഷണൽ ചേഞ്ചിനൊക്കെ അനുസരിച്ച് ഇത് മാറാമെന്നുള്ളത്. പിന്നെ റിസർച്ച് ഫൈൻഡിങ് ജസ്റ്റ് മോർസ് ആൻഡ് അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. മോർസ് ആൻഡ് 1907 മോസ ആൻഡ് ജർഗനാണ് കേട്ടോ. സെൽഫ് എസ്റ്റീം ക്യാൻ ചേഞ്ചിങ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ അനുസരിച്ച് മാറാമെന്ന് പറഞ്ഞത്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ സെൽഫ് എസ്റ്റീം എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കില്ല. എക്സ്പീരിയൻസസിനും ഫീഡ്ബാക്കിനും അച്ചീവ്മെൻറ്റ്സിനും ഒക്കെ അനുസരിച്ചിട്ട് അത് മാറാനായിട്ട് പറ്റും. പിന്നെ ഫോർമേഷൻ ആണെങ്കിൽ പോലും അടുത്തത് സെൽഫ് കോൺസെപ്റ്റാണ്. അഞ്ചാമത്തെ ഒരു ഫാക്ടറായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം സെൽഫ് കോൺസെപ്റ്റ്. 4 പോയിൻറ്റ്സ് ഞാൻ ആദ്യം പറഞ്ഞ 4 പോയിൻറ്റ്സ് എഴുതിയാലും കറക്റ്റാണ്. സെൽഫ് കോൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അഞ്ചാമത്തെ ഒരു പോയിൻ്റായിട്ട് എഴുതാം. അതായത് ഏർലി ചൈൽഡ്ഹുഡിൽ നിന്ന് അത് ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ നിൽക്കുന്നതാണല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കരിയർ ചോയ്സസ്, റിലേഷൻഷിപ്സ്, ഗോൾസ്, മോട്ടിവേഷൻ, ബിഹേവിയർ, ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫാക്ടേഴ്സ് നോക്കാം. താങ്ക്